പ്രജിത, ഇപ്പൊ ഈ ക്ഷേത്രോത്സവങ്ങളിലൊക്കെ CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ പാർട്ടി പരിപാടികൾ പോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. അലോഷി പാടാൻ വന്നപ്പോൾ പിന്നെ പാർട്ടിയുടെ ഗാനം പാടിക്കുന്നു. പിന്നെ ചില വധക്കേസിലെ പ്രതികൾ അവരുടെയൊക്കെ ചിത്രങ്ങൾ വെച്ച് ആറാടുന്നു. അപ്പോൾ എന്തും കാണിക്കാമെന്ന രീതിയിലേക്കൊരു വല്ലാത്ത അഹങ്കാരം CPM-ന്റെ, അതിപ്പോ ഒരു ജില്ലയിലെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റില്ല, എല്ലാ ജില്ലയിലെയും ഒരു വടക്കെന്ന് പറയാൻ പറ്റില്ല, കാരണം കടക്കല് തെക്കായിരുന്നു. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ജില്ലയിലും ഒരുതരം ആങ്കെന്ന് പറയും, ഒരു അഹങ്കാരം അല്ലെ. ഞങ്ങൾ എന്ത് കാണിക്കും, നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തോടാ എന്ന് നിയമവ്യവസ്ഥയെ വരെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. അതിന് ഉദാഹരണമാണ് ഈ കണ്ണൂര് പറമ്പയിൽ ക്ഷേത്രോത്സവത്തിനിടെ കൊലക്കേസ് പ്രതികളായ CPM പ്രവർത്തകരുടെ ചിത്രങ്ങളുമായാണ് ആഘോഷം. കുട്ടിച്ചാത്താൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലശഘോഷയാത്രയിലാണ് മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രമുള്ള കൊടികൾ ഉപയോഗിച്ചത്. ഒന്ന് പറയോ, എന്തൊക്കെയാണ് ബാക്കി? അല്ല, അത് ചേട്ടൻ പറഞ്ഞത് തന്നെയാണ് അതിലെ കാര്യം. പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ കലാപരിപാടികളൊക്കെ ഒപ്പിച്ചത്. അപ്പോൾ ഇത് സൂരജ് വധക്കേസിലെ പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് കോടതി ശിക്ഷിച്ചത്. അത് ശിക്ഷിച്ച സമയത്ത് പോലും ഈ പറയുന്ന പ്രസ് സെക്രട്ടറി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ PM മനോരാജ് ഒക്കെ അയാൾ ഉൾപ്പെടെ ഈ കേസിൽ പ്രതിയാണ് എന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്തത്. ഇതിനെതിരെ ഇവര് അപ്പീൽ ഇരിക്കുകയാണെന്നാണ് MV ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അവരുടെ ആളുകളെ സംരക്ഷിക്കുക, ഓരോ പാർട്ടിയും അങ്ങനെ തന്നെയാണ്, അല്ലാതെ ആരെയും വിട്ടുകൊടുക്കുക എന്നല്ല. ഇതിപ്പോ പക്ഷേ ക്ഷേത്രങ്ങളുടെ എല്ലാ പാർട്ടിയും അങ്ങനെയല്ല എന്നല്ല, പൊതുവായിട്ട് അവരുടേതായ ആളുകളെ ഒരു സംരക്ഷിക്കുന്ന നിലപാട് അതെല്ലാവർക്കും ഉണ്ടാവും. അതൊരു എവിടെയെങ്കിലും ഒക്കെ ഒരു പക്ഷപാതപരമായ സമീപനം അത് ഏതൊരു വ്യക്തിക്കും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ഒരു പരിധിക്കപ്പുറം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തോന്നിവാസം പോലെ ആയിപ്പോൾ. ഇതിപ്പോ സൂരജ് വധക്കേസിലെ പ്രതികളെ ശിക്ഷിച്ചു, അവരെ എന്താ പറയാ, അഭിവാദ്യവും ചെങ്കൊടിയൊക്കെ വീശിയിട്ടാണ് മറ്റേ ജയിലിലേക്ക് കയറ്റി വിടുന്നതൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു സമീപനമാണ് ഈ പോരാളികളെ, കണ്ണൂരിന്റെ പോരാളികളെ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, ചോരപ്പൂ കൊണ്ട് അഭിവാദ്യങ്ങൾ, ഇതൊക്കെ അവർ പാടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, സ്വാഭാവികമാണല്ലോ. അപ്പോൾ കടക്കൽ നടത്തി അലോഷിയുടെ ഗസല്, അത് പുഷ്പനെ അറിയാമോ എന്ന് വരെയാണ് ചോദിച്ചത്. ഈ പുഷ്പനെ CPM-ലെ ഇപ്പോഴത്തെ സഖാക്കൾക്ക് അറിയാമോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. കാരണം പുഷ്പൻ എങ്ങനെയാണ് ശയ്യാവലംബനായത് എന്നുള്ളത് ഇവർ മറന്നുപോയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന തരത്തിലുള്ള എന്താ പറയാ, ക്ഷേത്രങ്ങൾ കൈയടക്കുക എന്നുള്ളത് അവർക്കൊരു ഹരം കൊള്ളുന്ന കാര്യമാണ്. അവിടെ ഒരു ഹരം കൊള്ളുക എന്ന് പറയുമ്പോഴേ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് നേരെ മാത്രമേ ഈ ആക്രമണമുള്ളൂ. ഇവർ ഏതെങ്കിലും ഒരു പള്ളി പെരുന്നാളിനോ ഒരു ഉറൂസിനോ ഒക്കെ പോയിട്ട് ഇമാതിരി ജയ് വിളിക്കട്ടേന്നേ, ജയ് വിളിച്ചിട്ട് ഞങ്ങള് CPM-കാരാണ് എന്ന് പറയട്ടെ, നട്ടലുണ്ടെങ്കിൽ പറയട്ടെ, അങ്ങനെ വേണം. അല്ലടാ, അങ്ങനെ സംസാരിക്കണം. ചെയ്യുമ്പോൾ എല്ലാത്തിലും ഒന്നിലല്ല തൊടുമ്പോൾ എല്ലാത്തിലും തൊടാനുള്ള ആർജവം ഉണ്ടാകണം. ഇതിപ്പോ വെറും ഡൂക്കിലി സഖാക്കൾ മാത്രമാണ്. ഈ മുതിർന്ന തല നരച്ച കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന സഖാക്കൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഏതാണ്ട് കയ്യിൽ നിന്ന് എല്ലാ കാര്യവും പോയിരിക്കുന്ന അവസ്ഥയാണ്, പെട്ടിയിലാകാറായി അടക്കമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഈ തലപ്പത്തുള്ളവർക്ക് മനസ്സിലായാൽ ഈ പറയുന്ന എന്തോ ഒരു നായന്മാരുടെ തലവാട്ടി പറയണ പോലെ ആദ്യം ഒന്ന് വിളിക്കും ഉണ്ടാൻ, അപ്പൊ അവര് പറ്റൂല എന്ന് പറയും, എന്നിട്ട് പിന്നെയും വിളിക്കും. അതായത് അവരുടെ ആ മേൽക്കോയ്മ കാണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് അവർ കാണിച്ചുകൊണ്ടേയിരിക്കും. കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അടിത്തട്ടിലുള്ള സഖാക്കൾക്ക് കാൽച്ചുവട്ടിലെ മണ്ണൊഴുകി പോകുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും ഇവർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ബൂത്ത് തലത്തിലൊക്കെ വലിയ വോട്ട് ചോർച്ചയാണ് ഉണ്ടായത്. ഇത് തന്നെ വരുന്ന ഇലക്ഷനിലൊക്കെ പ്രതിഫലിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പ്രീത ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞല്ലേ, മറ്റ് പള്ളികളിലോ മുസ്ലിം പള്ളികളിലോ ക്രിസ്ത്യൻ പള്ളികളിലോ ഇത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അത് ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് സത്യം. അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ചോർന്നു പോകുന്നത് ഈ പാർട്ടിയുടെ ഇപ്പോൾ കണ്ണൂരത്തെ ഈ ഘടകത്തിലെ അല്ലെങ്കിൽ കൊല്ലത്ത് സംഭവിച്ചത് അവരറിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, ലോക്സഭാ ഇലക്ഷനിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് എത്തി എന്നുണ്ടെങ്കിൽ ഹിന്ദു വോട്ട്, പ്രത്യേകിച്ച് ഹിന്ദുക്കളിടയിൽ ഈഴവ വോട്ട് സ്പ്ലിറ്റായി പോയിട്ടുണ്ട്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല.
ഇവർ മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇവർ രണ്ടാമത് പറയും ഹിന്ദു വോട്ട് പോയി നമുക്ക് ഇനി ഒരു അഭിനയ ഹിന്ദുക്കളോടുള്ള ഒരു ഭൂരിപക്ഷ സ്നേഹം, ഒരു അഭിനയം അങ്ങ് കാണിക്കുകയും അങ്ങനെ ആ ഒരു അഭിനയം കാണിച്ചാലേ ഈ പണ്ട് ധൃതരാഷ്ട്രയുടെ ആലിംഗനം എന്ന് പറയൂല്ലോ, മഹാഭാരതത്തിൽ ധൃതരാഷ്ട്ര ഭീമനാണെന്ന് കരുതി ആലിംഗനം ചെയ്യാൻ പോകുമ്പോൾ കൃഷ്ണൻ ഒരു ഇരുമ്പിലുള്ള പറയും കൊടുക്കണ്ട, യഥാർത്ഥ ഭീമൻ കെട്ടിപ്പിടിക്കാൻ പോണ്ട, അപ്പം പിടിച്ച് ഞെരിച്ച് കൊന്നുകളയെന്ന് പറയും. അതേപോലെ ഇവരുടെ സ്നേഹത്തിന് വരുമ്പോൾ ഹിന്ദു സമുദായത്തിന് മൊത്തത്തിൽ ഇപ്പോൾ അറിയാം. അതുകൊണ്ട് ആ ഒരു സ്നേഹം കൂടിയതാണ് മലപ്പുറം പരാമർശം ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നത്. അപ്പോൾ ഇവർ ഈ കപട സ്നേഹമൊക്കെ ഇനി കാണിച്ചാലെന്നും ഹിന്ദു സമൂഹം, പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നായർ കമ്മ്യൂണിറ്റി, അതായത് പണമുള്ള ഈഴവ കമ്മ്യൂണിറ്റിയും പണമുള്ള നായർ കമ്മ്യൂണിറ്റിയും ഇപ്പോഴും കോൺഗ്രസിൽ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ RSSലോ BJPയിലൊക്കെ പോയിട്ടുണ്ടാവും. പണമില്ലാത്ത, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും ദാരിദ്ര്യം ഉള്ളവർ കൂടെ ഉണ്ടെങ്കിലേ ആ പാർട്ടിയിലെ നേതാക്കളായി ഇരിക്കാൻ പറ്റുള്ളൂ. ദാരിദ്ര്യം ഉള്ളവരെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ ദാരിദ്ര്യമുള്ളവരെ കൂടെ നിർത്തേണ്ട ഒരു ആവശ്യമായിട്ട് വരുമ്പോൾ ഇന്നിപ്പോ ദാരിദ്ര്യമുള്ളവരൊക്കെ കുറവാ. ദാരിദ്ര്യം ഇപ്പൊ സർക്കാർ, ചേട്ടൻ അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പ്രമുഖനായ ഒരു വ്യക്തിയാണ്, അദ്ദേഹം പറയുന്നുണ്ട് ഈ നാട്ടിലേക്ക് അത് കിട്ടുന്നില്ല ഇത് കിട്ടുന്നില്ല, കേന്ദ്രത്തെ കുറ്റം പറയുന്നു, ഇവിടെ മൊത്തം ദാരിദ്ര്യമാണ്. ഈ ദാരിദ്ര്യം ഉണ്ടാക്കുമ്പോഴാണ് അടിസ്ഥാന വർഗം ഇസം വളരുള്ളൂ. അത് ഇവരുടെ ഈ ഇസമുള്ള എല്ലാ നാട്ടിലെയും എല്ലാ രാജ്യങ്ങളിലെയും കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പറ്റൂ. അപ്പോ ഇതിലിപ്പോ 11 ഞാൻ പറയുന്നത്, ഈ പറയുന്ന ഭൂരിപക്ഷ സ്നേഹം, ഇവർ എത്ര സ്നേഹം കാണിച്ചിരുന്നാലും ഭൂരിപക്ഷം CPM-ൽ നിന്ന് അകന്നു കഴിഞ്ഞു എന്നുള്ളത് തീർത്തും വ്യക്തമാണ്. അതുകൊണ്ട് ഈ പറയുന്ന പള്ളികളിലായിരുന്നാലും മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും ഇവർ പോയി പേക്കൂത്ത് കാണിച്ചാലേ അത് വേറൊരു തരത്തിൽ വരും. ചിലപ്പോൾ നല്ല കവളം മടല അടി തന്നെ വീഴാൻ സാധിക്കും. അടി മാത്രമല്ല പിന്നെ പലതും നടക്കും. അതുകൊണ്ട് കവളം മടലിലെ അടി മാത്രം, അത് പണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ അല്ല. അപ്പോൾ ഇനിയിപ്പോ സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അഹങ്കാരത്തിന്, അതായത് അത് ഇപ്പോഴും നല്ല പ്രജിത, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി എപ്പോഴെല്ലാം ഭരണത്തിൽ വന്നിട്ടുണ്ടോ, എനിക്കങ്ങനെ വലിയ അറിവൊന്നുമില്ല, പക്ഷെ ഞാൻ ഈ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് അടുത്ത് തന്നെ കാലങ്ങൾ ഞാൻ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അന്ന് ഞങ്ങൾ പരസ്പരം പറയുമായിരുന്നു, ഞങ്ങൾ പത്രപ്രവർത്തകർ, ഈ കണ്ണൂരുള്ളവന്മാരെല്ലാം ഈ ഭരണം വരുമ്പോൾ മാത്രം ഇവിടെ ഇങ്ങനെ വന്നിട്ട് എന്തിനു ഇവന്മാരി കണ്ട് ഈ പോക്കൃത്തരം കാണിക്കണം. അതായത് ഈ പറയുന്ന പോലെ ഉള്ള ഭരണത്തിനെ നാമാവശേഷമായി നശിപ്പിച്ച് കോഞ്ഞാട്ടയാക്കി ഇനി അടുത്തൊരു 10 കൊല്ലം വരാതിരിക്കാനുള്ള പണിയെല്ലാം അവർ ചെയ്തു വെക്കും. ഇല്ലെങ്കിൽ കമ്മ്യൂണിസം അല്ല. അതായത് ഇന്ത്യയിലെ കമ്മ്യൂണിസത്തിന്റെ മുഖം എന്ന് പറയുന്നത് കണ്ണൂരാണ്. അപ്പൊ ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, അല്ലാതെ തെക്കന്മാരോ അല്ലെങ്കിൽ വേറെ ഉള്ളവരോ അല്ല. അതിലൊരു വിവേചനം പറയും. അതായത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഈ പറയുന്ന കൊലക്കേസിലെ പ്രതികളെ കീജെ വിളിക്കുന്നതും അവിടുത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതും അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നതും, ഇവിടെ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. വെഞ്ഞാറമ്മൂട് കഴിഞ്ഞ ഓണത്തിന് 2 ഓണത്തിന് മുമ്പ് ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നു, ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഒരു CPM പ്രവർത്തകനെയാണ് RSSകാർ കൊന്നത്. എന്നിട്ട് ആ CPM പ്രവർത്തകൻ അന്ന് കോടിയേരി ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നല്ലോ, അല്ല സംസ്ഥാന സെക്രട്ടറി ആയിരുന്നല്ലോ, എത്ര ആ ചെറുപ്പക്കാർക്ക് പ്രൊട്ടക്ഷൻ കിട്ടി. അതാണ് ഈ പറയുന്ന പോലെ ഈ പാർട്ടിക്ക് ഇന്നലെ എന്നോടൊരു പ്രമുഖ വ്യക്തി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഈ പാർട്ടിക്കകത്തുള്ളത് കണക്ക് ജാതി വിവേചനം വേറൊരു പാർട്ടിയിലില്ല. അഭിമന്യുവിനെ ഇല്ലാതാക്കിയത് എന്തുകൊണ്ടാണ്? അഭിമന്യു ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, RSSന്റെ ഒരു പേര് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്ക് കയറണ്ടായ ഒരു പരാമർശം, അതെ അത്തരത്തിലുള്ള, അതായത് ആ ഒരു പേര് പറഞ്ഞ് സഖാക്കൾ തന്നെ ഇത്, അതായത് ഇവര് വളരെ പ്ലാൻ, അതിനെതിരെയാണ് അഭിമന്യു പറഞ്ഞത്. അത് പറഞ്ഞത് ഈ പറയുന്ന ക്യാമ്പസ് ഫ്രണ്ടിനും പോപ്പുലർ ഫ്രണ്ടിനും ഇഷ്ടപ്പെട്ടില്ല. ആ കുട്ടിയെ നിഷ്കരണം ഒറ്റക്കുത്തിന് കൊന്നുകളഞ്ഞു ഇവര്. എന്നിട്ട് ആ കൊലയാളി ഇതുവരെ അതെ, അതിന്റെ പേരിൽ കിട്ടിയ കോടികൾ ഇവർ പുട്ടടിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അതായത് അധികാരത്തിലെത്തിയാൽ നാറിത്തരം മാത്രം ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് ഇവിടത്തെ കമ്മ്യൂണിസം. പക്ഷെ ഇവരുടെ കണ്ണിൽ നെയ് പറ്റും. എപ്പോഴും അറിയോ, ഒരു 10 കൊല്ലം ഇവർ ഭരണത്തിലില്ലാതിരിക്കണം, അധികാരത്തിൽ നിന്ന് മാറിയിരിക്കുമ്പോൾ. അതായത് ഇവർ കാണിക്കുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഈ വായിച്ചെടുത്ത് നമ്മൾ ഈ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത്, അവരൊരു തീരുമാനം എടുത്തിരുന്നു. അതായത് പാർട്ടിയുടെ വോട്ട് കുറഞ്ഞപ്പോൾ അമ്പല കമ്മിറ്റികളിലും അല്ലാതെയും ഒക്കെ പാർട്ടിക്കാർ ഉണ്ടാകണം. ആസ് നോർമൽ കേസിൽ ശരി, ഓക്കെ, പാർട്ടിയുടെ ഈ ഉത്സവ കമ്മിറ്റി നോർമലായി ഉണ്ടാവും. കാരണം കണ്ണൂർ പോലൊരു പ്രദേശത്ത് അതല്ല, കണ്ണൂരിനെ സംബന്ധിച്ച് എന്താന്ന് വെച്ചാൽ ചേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. കണ്ണൂരിന്റെ പ്രധാനപ്പെട്ട ഊർജം എന്ന് പറയുന്നത് ശ്വസന വായു എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന CPM ആണ്. അത് അപ്പൊ ഒരു അമ്പലത്തിൽ കയറുന്നുണ്ടെങ്കിൽ അതിൽ ഒരാള് CPM കാരനായിരിക്കുന്ന ഉറപ്പാണ്. അല്ല, അവിടെ മാത്രമല്ല, ഇവിടെ എറണാകുളത്ത്
നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ചാനലിന്റെ ഈ ഓഫീസിൽ വന്നിട്ടുള്ള ഒരു മേനോൻ, ഒരു ലേഡി കൗൺസിലർ ഉണ്ടല്ലോ, പത്മജ മേനോൻ. ഈ പത്മജ മേനോൻ ഒരിക്കൽ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, അവർ ജനിച്ചു വളർന്ന സ്ഥലം എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധിയായിട്ട് അവിടെ ഇരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. പറയുന്ന അവനൊരു ഡിവൈഎഫ്ഐക്കാരനോ അതോ അവനെ CPM-ലെ ഏതോ മെമ്പറാണ്. ഞാൻ കണ്ട എൻ്റെ ആ ക്ഷേത്രത്തിൽ എന്നോട് അവൻ എന്തെല്ലാം കാണിക്കുന്നു നിങ്ങൾക്കറിയാമോ എന്ന് പറയുന്നുണ്ട്. അതായത് ഇതിൽ ചുരുക്കെഴുത്ത് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ ഭരിക്കുമ്പോൾ, ഞങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോൾ ഞങ്ങളുടെ സഖാക്കൾ ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഞങ്ങൾ ചെയ്യും, അതിന് നീയൊക്കെ എന്ത് ചെയ്യാൻ പറ്റൂടാ എന്ന ഒരു അഹങ്കാരമാണ്. അതായത് ഈ വോട്ട് കുറഞ്ഞപ്പോൾ ഇവർ ആദ്യം വിചാരിച്ചെന്നറിയോ, ഈ പറയുന്ന പോലെ അമ്പല കമ്മിറ്റികളിലും അതിലും ഇതിലൊക്കെ ഭാരവാഹികളായിരുന്ന ആൾക്കാരെ അങ്ങ് ധൃതരാഷ്ട്ര ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് അങ്ങ് എൻ്റെ കൂടെ നിർത്തിയാൽ ബാക്കി ചോർന്നു പോയ വോട്ടും കൂടെ അങ്ങ് കിട്ടിയിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ചുകൂടെ അഹങ്കരിക്കാം. അതായത് ഈ ശബരിമലയിൽ ഉണ്ടായ വിഷയത്തിൽ ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ താമസിക്കുന്ന ഏരിയയിൽ കോടിയേരി ബാലകൃഷ്ണൻ വീട് തോറും കുടുംബയോഗങ്ങൾ നടത്തി. പറ്റിപ്പോയി, ക്ഷമിക്കുക. അത് ആര് വീടിൻ്റെ അടുക്കുകയാണ് വന്നത്? പാർട്ടി പുറത്താക്കിയ പെരപ്പങ്കോട് മുരളിയുടെ വീടിൻ്റെ അടുക്കുകയാണ് വന്നത്. പെരപ്പങ്കോട് മുരളി ഇപ്പോൾ പാർട്ടിയിൽ ഒന്നുമല്ല, ഏറ്റവും വിപ്ലവഗാനം എഴുതിയ ഒരു പാർട്ടി പ്രവർത്തകനാണ്. VS-നോടൊപ്പം നിന്നെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഒന്ന് പുറത്താക്കിയാളാണ്. ഈ പെരപ്പങ്കോട് മുരളിയുടെ വീടിൻ്റെ അടുക്കയുള്ള ആ മധ്യവർഗങ്ങളുടെ ആ വീട്ടിൽ കുടുംബയോഗങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ വന്ന് കാല് പിടിക്കേണ്ടി വന്നു. 10 വോട്ട് കിട്ടണമെങ്കിൽ കാല് പിടിക്കുന്നത്. അത് ഇവർ ചെയ്യും. ഇവർ ഈ കാണിക്കുന്നതൊക്കെ ഒരു ഉളുപ്പില്ല. തലയ്ക്ക് അതെ, തലയ്ക്ക് വെളിവില്ലാതെ ഹിസ്റ്റീരിയ കയറി ഈങ്കുലാവും ഒക്കെ വിളിച്ച് ജയിലിൽ ക്യാൻറ്റീനിൽ നിന്ന് ചായ വാങ്ങിച്ചു കുടിച്ച് കാണിക്കാവുന്ന പോക്കർത്തരം എല്ലാം കാണിച്ച് ജയരാജന്മാരെ എല്ലാത്തിനും കൺക്ലൂഷൻ ഉണ്ടാക്കി ഞങ്ങൾ ആനയാണ് ഇത് പൂനെയാണ് ചെയ്തിട്ട് ഇലക്ഷൻ വരാറാകുമ്പോൾ ക്ഷമിക്കുക സഖാക്കളെ, അറിയാതെ പറ്റിപ്പോയതാണ് എന്ന്. ഇനി അങ്ങനെ ക്ഷമ ഒരു മലയാളി സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇത് പഴയതുപോലെ ഇനി പറ്റിക്കാൻ പറ്റില്ല. പറ്റിക്കാൻ പറ്റിയിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഹിന്ദു സമുദായത്തിൽ ഈഴവ കമ്മ്യൂണിറ്റിയെയും ചില നായർ വിഭാഗത്തിലെ കാശില്ലാത്ത കുറച്ച് ആൾക്കാർ, നായർ കമ്മ്യൂണിറ്റിയിൽ കാശില്ലാത്തവരൊന്നും പിന്നെ കാശുള്ളവരാരും പോകത്തില്ല, CPM-ലോട്ട് പോവില്ല. അതുപോലെ CPM-ലും കാശുള്ളവർ ആരും പോവില്ല. അടൂർ പ്രകാശൊക്കെ ഈഴവ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്. അങ്ങനെയൊന്നും അവരുടെ കുടുംബമൊന്നും CPM-ലൊന്നും പെട്ടതല്ല. അപ്പൊ അതുകൊണ്ട് ഈ കള്ളത്തരം, ഈ കാണിക്കുന്ന കൊടും അഹങ്കാരം എന്ന് പറയും. ഈ ഭാഷാപ്രയോഗം പോലും ഈ അഹങ്കാരം ഒന്നല്ല, അതിലും കൊടും അഹങ്കാരമൊന്നുമല്ല, അതിക്കും മേലെ നിൽക്കുന്ന അഹങ്കാരമാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അഹങ്കാരം കാണിക്കുമ്പോൾ ഇവർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവർ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും ഇവിടെ മെഷർ ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടുത്തെ സമൂഹം വെറുതെ അല്ല ഇരിക്കുന്നത്, മെഷർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കാൽച്ചോട്ടിലെ മണ്ണ് ചോർന്നു പോകുന്നത് സഖാക്കളും സഖാക്കളെ നിയന്ത്രിക്കുന്ന മേൽഘടകത്തിലെ സഖാക്കളും അറിഞ്ഞാൽ നാളെ ഉയരി കഴിക്കാനുള്ള അരിയെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. ഈ പാർട്ടി എന്ന് പറഞ്ഞ് വിളിക്കുന്ന എന്തിനാ? അവർക്ക് അന്നം ഉണ്ടാക്കാൻ. കമ്മ്യൂണിസം ഇല്ല.